Good morning, all. Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Good morning, Morning, sir. Good morning, sir. Good morning, sir. Good morning, sir. നിങ്ങൾ 36 ആണോ? അറിയില്ലല്ലേ ആർക്കും? Strength 36. 36. അഡ്വൈസ് ഇതിനകത്ത് ക്ലാസ് റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ആരാ സെലക്ട് ചെയ്തായിരുന്നോ? ക്ലാസ് റെപ്രസെന്റേറ്റീവ്സ് ചെയ്തായിരുന്നു സർ. ആരൊക്കെയാ ക്ലാസ് റെപ്രസെന്റേറ്റീവ്സ്? ഞാനും അബിയും. ഞാനെന്ന് പറഞ്ഞാൽ ശാന്തിനി. ക്ലാസ്സിൽ പറയുന്നതൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല. ഒരു കുറച്ച് പേരുടെ വിസിബിൾ ആവുള്ളൂ. ശാന്തിനി. റോൾ നമ്പേഴ്സ് പറഞ്ഞായിരുന്നോ നിങ്ങൾക്ക്? റോൾ നമ്പേഴ്സ് എന്തെങ്കിലും തന്നായിരുന്നോ? തന്നില്ല. അബിയുണ്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ട്. ശാന്തിനി SS അല്ലേ? അബിയുണ്ട്. അബി അനിൽ. ഓക്കെ. അബി അനിൽ വന്നിട്ടില്ല. എന്റെ വോയിസ് എല്ലാവർക്കും ഓഡിബിൾ ആണോ? Yes, sir. Yes, sir. തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1 എന്ന സബ്ജക്റ്റ് ആണ് ഞാൻ ഈ സെമ്മിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1 എന്ന് പറയുന്നത് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആണ്. ആ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നിങ്ങൾ ആർക്കിടെക്ചർ ആണെങ്കിലും നിങ്ങളുടെ ഡിസൈനിങ് ഒരു സ്ട്രക്ചറിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 3, 4, 5, 6 അങ്ങനെ 6 പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1, 2, 3, 4, 5, 6 അങ്ങനെ 3 വർഷവും പഠിക്കാനുണ്ടാവും. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈനിങ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് സെമ്മില് വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോ സിലബസ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കാണുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1ന്റെ സിലബസ് ആണ്. എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് 6 മോഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സബ്ജക്റ്റും 6 മോഡ്യൂൾസ് ആണ്. അപ്പോൾ നമുക്കും ഇവിടെ 6 മോഡ്യൂൾസ് ആണുള്ളത്. 6 മോഡ്യൂൾസിൽ ഫസ്റ്റ് മോഡ്യൂളിൽ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ, നമ്മുടെ സ്ട്രക്ചേഴ്സിന്റെ എവല്യൂഷനെ പറ്റിയുള്ള ഒരു ജസ്റ്റ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മോഡ്യൂൾ 1, 2 ആൻഡ് 3. മോഡ്യൂൾ 4, 5, 6 എന്ന് പറയുമ്പോൾ മോഡ്യൂൾ 1, 2, 3 നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് തിയറി പോർഷൻസ് മാത്രമേ ഉള്ളൂ. പ്രോബ്ലംസ് ഒന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷെ മോഡ്യൂൾ 4, 5, 6 എന്ന് പറയുമ്പോൾ സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഹലോ, സൗണ്ട് കട്ടാവുന്നുണ്ടോ? സർ ഫ്രീക്വന്റ് ആയിട്ടില്ല, ചെറുതായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക്. റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. ഇല്ല, കുഴപ്പമില്ല, കേൾക്കാം. അപ്പൊ മോഡ്യൂൾ 1, 2, 3 നമുക്ക് ജസ്റ്റ് അതിന്റെ കുറച്ച് തിയറി പോർഷൻസ് ആണുള്ളത്. ഡെഫിനിഷൻസും അങ്ങനെ കുറച്ച് തിയറി പോർഷൻസ് ആണുള്ളത്. 4, 5, 6 വരുമ്പോൾ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രക്ചർ, ഇപ്പൊ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫുൾ സ്ട്രക്ചർ ആയിട്ടൊന്നും ഇപ്പൊ ഇവിടെ പഠിക്കാനില്ല. ബീമും കോളംസും ഒക്കെ എന്താണെന്ന് അറിയാമോ? എ ബീം, എ കോളം എന്നൊക്കെ പറഞ്ഞാല് തൂണല്ലേ സർ? തൂണാണ് കോളം എന്ന് പറയുന്നത്. ബീം എന്ന് പറയുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ. ഞാൻ കാണിച്ചു തരാം, വരച്ച് കാണിച്ചു തരാം, സ്ലൈഡ് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഒക്കെയാണ് ബീംസും കോളംസും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബീംസ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. കോളംസ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഈ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1-നകത്ത് ബീംസും കോളംസും അത്രയും കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഒരു ഫുൾ സ്ട്രക്ചർ ആയിട്ടൊന്നും പഠിക്കാനില്ല.
അപ്പോൾ ആ ബീംസിന്റെയും കോളത്തിന്റെയും ഒക്കെ അനാലിസിസ് ഒക്കെയാണ്. അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് മാത്രം ലോഡ് വരും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സെക്കൻഡ്, ഞാനൊരു സ്ലൈഡ് ഒന്ന് ലോഡ് ചെയ്തോട്ടെ. വൺ സെക്കൻഡ്, സ്ലൈഡ് ലോഡ് ആവുന്നേ ഉള്ളൂ. സോ ഒരു സ്ലൈഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്, പോസ്റ്റ് ആൻഡ് ബീംസ് എന്നും പറഞ്ഞിട്ട്. Yes, sir, വന്നു. ഓക്കെ. Yes, sir. സോ ഇതിനകത്തുള്ള ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് ബീംസ് എന്ന് പറയുന്നത്. ബീംസ്, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻസ് ഒക്കെയാണ് ബീംസ് എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിനകത്തുള്ള ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ് ബീംസ് എന്ന് പറയുന്നത്. ബീംസ്. ഇനി ബീമിനകത്ത് നിന്ന് താഴത്തേക്കുള്ള വെർട്ടിക്കൽ മെമ്പേഴ്സ് ആണ് കോളംസ്. വെർട്ടിക്കൽ മെമ്പേഴ്സ് ആണ് കോളംസ് എന്ന് പറയുന്നത്. അപ്പോ ബീംസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ്. ബീംസിനെ സപ്പോർട്ട് ചെയ്ത് താഴത്തേക്ക് കോളംസ് ഉണ്ടാവും. ഇനി കോളത്തിന്റെ താഴെയാണ് നമ്മൾ ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻസ്. സോ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യുന്ന എന്താ? ഫസ്റ്റ് കൺസ്ട്രക്ഷൻ എന്താ? ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷൻ ആണ്. ആ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഫൗണ്ടേഷന്റെ മുകളിൽ കോളംസ് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഫൗണ്ടേഷന്റെ മുകളിൽ കോളംസ്. ഇനി ഈ കോളത്തിനെ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ബീംസ് ഉള്ളത്. ഇനി ഈ ബീമിന്റെ മുകളിലാണ് നമ്മൾ റൂഫ് സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വീടിന്റെ റൂഫില്ലേ, റൂഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ക് ബീമും കോളവും വെച്ചിട്ടാണ് നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്. ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് പറഞ്ഞ ക്ലിയർ ആയോ? ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്. അപ്പൊ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ ബീമും കോളംസും മാത്രമേ ഉണ്ടാകുള്ളൂ. അതായിരിക്കും നമ്മൾ ആദ്യമേ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ അതിനെയാണ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആണ് യൂഷ്വലി ഉള്ളത്, ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സും ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സും. ഇപ്പൊ നിങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻസ് കണ്ടിട്ടുണ്ടാവും. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കൺസ്ട്രക്ഷൻസിനകത്തൊക്കെ ബീംസും കോളംസും ആയിരിക്കും ആദ്യമേ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഇമേജ് കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ബീംസും കോളംസും പിന്നെന്താണ്, റൂഫും ആണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്. വാൾസ് വെച്ചാൽ ഭിത്തി. വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ജസ്റ്റ് റൂംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വലിയ സ്ട്രക്ചറിനെ ഡിഫറെന്റ് റൂംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ വാൾസിൽ ബിൽഡിങ്ങിന്റെ വെയിറ്റ് ഒന്നും വരില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ഓർ നോൺ ലോഡ് ബെയറിംഗ് വാൾസ് എന്ന് പറയുന്നത്.
മനസ്സിലായോ എന്താണ് ഫ്രെയിംഡ് സ്ട്രക്ചർ എന്നുള്ളത്? ഫ്രെയിംഡ് സ്ട്രക്ചർ Yes, sir. ബീംസ് ആൻഡ് കോളംസ്. അപ്പൊ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബീംസ് എന്താണ്, കോളംസ് എന്താണ്, ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എന്താണ്? നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ നല്ലതായിരുന്നു. എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഭയങ്കര ഹൗളിംഗ് പോലെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയെന്ന് മെസ്സേജ് ചെയ്യാം. അതിനകത്തൊരു മെസ്സേജിങ് ഓപ്ഷൻ ഉണ്ടോ? ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണോ? ഫ്രെയിംഡ് സ്ട്രക്ചർ എന്താണ്, ബീം എന്താണ്, കോളം എന്താണ്? ഹലോ, ഓക്കെ. ഇനി നമ്മുടെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ഹൗസസ് ഇതാണെങ്കിൽ ബീമും കോളവും ഒക്കെ വാർത്തിട്ടാണോ ചെയ്യുന്നത്? Yes, Sir. Sir. അങ്ങനെയാണോ എല്ലാവരുടെയും വീട് ചെയ്യുന്നത്? സാധാരണ നമ്മളൊരു സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ 2 സ്റ്റോറീഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, 2 നില വീട് അല്ലെങ്കിൽ 1 നില വീടൊന്നും നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം വാൾസ് കൺസ്ട്രക്ട് ചെയ്യും. വാൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ റൂഫ് വാർക്കും. അപ്പോൾ ബിൽഡിങ്ങിന്റെ വെയിറ്റ് വരുന്നത് മുഴുവൻ വാൾസിലായിരിക്കും. സോ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്. സോ നമ്മൾ യൂഷ്വലി വീടൊക്കെ വെക്കുന്ന ഈ രീതിയിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. വാൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് വാളിന്റെ മുകളിൽ റൂഫ് വാർക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്. ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സിൽ ബിൽഡിങ്ങിന്റെ വെയിറ്റ് വരുന്നത് വാൾസിലായിരിക്കും. ബിൽഡിങ്ങിന്റെ വെയിറ്റ് ഫുള്ളായിട്ട് വരുന്നത് വാൾസിലായിരിക്കും. അവിടെ ബീംസും കോളംസ് ഒന്നും ഉണ്ടാകത്തില്ല. ബീംസ് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുമായിരിക്കും, പക്ഷെ കോളംസ് ഒന്നും ഉണ്ടാകില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങൾ മറക്കരുത്. നമ്മൾ 2 ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആണ് യൂഷ്വലി കൺസ്ട്രക്ട് ചെയ്യുന്നത്. വൺ ഈസ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്. ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സിനകത്ത് ബിൽഡിങ്ങിന്റെ വെയിറ്റ് വരുന്നത് വാൾസിലായിരിക്കും. ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സിൽ ബിൽഡിങ്ങിന്റെ വെയിറ്റ് വരുന്നത് ബീംസ്, കോളത്തിലായിരിക്കും. സോ റൂഫിന്റെ വെയിറ്റ് ബീംസിൽ വരും. ബീമിൽ നിന്ന് അത് കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കോളത്തിൽ നിന്ന് അത് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്. ഓക്കെ. ഇനി നമ്മൾ കോൺക്രീറ്റിനകത്ത് കമ്പി ഇടുന്നുണ്ടല്ലോ, TMT ബാർസ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? TMT ബാർസ്. ആ TMT ബാർസിന് നമ്മൾ പറയുന്ന പേരാണ് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ്. ഇനി TMT ബാർസ് നിങ്ങൾ പറയരുത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന TMT ബാർസിന് പറയുന്ന പേരാണ് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുള്ള കോൺക്രീറ്റ്, ഇപ്പൊ ചിലപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഇടത്തില്ല, TMT ബാർസ് ഇടത്തില്ല. ഇപ്പോൾ നമ്മുടെ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ യൂഷ്വലി TMT ബാർസ് ഒന്നും കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന കോൺക്രീറ്റിങ്ങിനെയാണ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിംഗ്. ഇനി നമ്മൾ TMT ബാർസിന് പറയുന്ന പേരാണ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റിങ്ങിനെയാണ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, RCC എന്ന് പറയും. RCC, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡിഫറൻസ് എല്ലാം ഓർത്തിരിക്കണം. ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ, ഫ്രെയിംഡ് സ്ട്രക്ചർ, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിംഗ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിംഗ്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ക്ലിയർ ആണ് സർ. ഓക്കെ. ഇനി നമുക്കൊരു ഡിഫറൻസ്, ഒരു കാര്യം കൂടി പഠിക്കണം. ഈ കോൺക്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? കോൺക്രീറ്റിങ്ങിനകത്ത് എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? സാൻഡ് മിക്സ് ചെയ്യും. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. റൂബൻ ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട് സർ. റൂബൻ, ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാ? കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? കോൺക്രീറ്റില് സിമെന്റ്, വാട്ടർ, പിന്നെ സാൻഡ്, പിന്നെ മെറ്റൽ കാണും.
റോക്സ് പോലത്തെ. ഇനി പറയുമ്പോൾ നിങ്ങൾ സാൻഡ് എന്ന് പറയരുത്. സാൻഡിന് നമ്മൾ പറയുന്ന ടേം ആണ് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ്. അത് കണക്ക് മെറ്റലിന് പറയുന്ന പേരാണ് കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ നമ്മൾ യൂഷ്വലി സിമെന്റിന് സാൻഡിനും കൂടി ചേർന്ന് പറയുന്നതാണ് അഗ്രിഗേറ്റ്സ് എന്ന് പറയും. അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സ്. അപ്പൊ അഗ്രിഗേറ്റ്സിനകത്ത് സാൻഡ് ആണെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയും. അതേ കണക്ക് തന്നെ സ്റ്റോൺ ആണെങ്കിൽ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയും. അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ കോൺക്രീറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ സാൻഡ്, കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ മെറ്റല്, പിന്നെ വാട്ടർ. അപ്പൊ ഈ 4 സാധനങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് മാത്രമേ ഉള്ളെങ്കിൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയും. ഇനി ഇതിനകത്ത് റീഇൻഫോഴ്സ്മെന്റും കൂടി, അതായത് TMD ബാസും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയും. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ ഞാൻ ഈ ടേംസ് ഒക്കെ പറഞ്ഞത് നമുക്ക് ഇതായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കില്ല. പക്ഷെ നമ്മൾ സിലബസിൽ പല ടോപ്പിക്സും പഠിക്കുമ്പോൾ ഈ ടേംസ് ഒക്കെ കയറി വരും. അപ്പൊ ഈ ടേംസ് ഒക്കെ കയറി വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്നതൊക്കെ എന്താണെന്ന്. അപ്പോൾ ഫ്രെയിംഡ് സ്ട്രക്ചർ, ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ. ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ എങ്ങനെ അറേഞ്ച്മെന്റ്, ഞാൻ ഒന്നും കൂടി അത് കാണിച്ചു തരാം. ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു ഫ്രെയിം പോലെയാണ് അറേഞ്ച് ചെയ്യുന്നത്. നമുക്കൊരു കോളം ഉണ്ടാവും. ആ കോളത്തിന് ഒരു ബീം, സോറി അത് റെഡ് വെച്ച് വരയ്ക്കാം. സോ നമുക്ക് 2 കോളം, 2 കോളത്തിന് കണക്ട് ചെയ്ത് ഒരു ബീം ഉണ്ടാവും. ഇതിനെയാണ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പൊ ബിൽഡിങ്ങിന്റെ വെയിറ്റ് മുഴുവൻ ഈ ബീമിലും 2 കോളത്തിലും ആയിരിക്കും. എന്നിട്ട് ഈ കോളത്തിൽ നിന്ന് താഴത്തെ ഫൗണ്ടേഷൻ, കോളത്തിന് താഴെ ഫൗണ്ടേഷൻ ഉണ്ടാവും. ഫൗണ്ടേഷനിലേക്ക് ആ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്. ലോഡ് ബെയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന്റെ വെയിറ്റ് ബിൽഡിങ്ങിന്റെ ബോൾസിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മിക്കവാറും എല്ലാവരുടെയും വീട് അങ്ങനെയായിരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബീമും കോളമൊന്നും ഉണ്ടാകത്തില്ല. വീടിന്റെ വെയിറ്റ് മുഴുവൻ ആ വീടിന്റെ ഭിത്തികളിലായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാണ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്. പിന്നെ പറഞ്ഞത് RCCയും PCCയും. RCC എന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പൊ കോൺക്രീറ്റിനകത്ത് TMD ബാസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്യണമെങ്കിലാണ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. കോൺക്രീറ്റിനകത്ത് TMD ബാസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ PCC എന്ന് പറയും. പിന്നെ പറഞ്ഞത് അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ഫൈൻ അഗ്രിഗേറ്റ് ആണെങ്കിൽ സാൻഡിനെയാണ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ മെറ്റൽസിനെയാണ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. സോ ഇനി നമ്മുടെ സിലബസിലുള്ള കുറച്ച് ടോപ്പിക്സിലേക്ക് പോവാം. അപ്പൊ ഇത്രയും പറഞ്ഞത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അതേ കണക്ക് എക്സാമിന് ചോദിക്കുന്നതല്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ. അപ്പോ നമുക്കറിയാം പ്രിമിറ്റീവ് മാൻ എവിടെ ലീവ് ചെയ്തിരുന്നേ? ഇവല്യൂഷൻ ഹിസ്റ്ററി പറയുമ്പോൾ പഴയ ആൾക്കാര് കേവ്സിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കേവ്സിന്ന് അവര് ഹട്ടൊക്കെ വന്നു. പിന്നെയാണ് നമ്മൾ ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഹെരപ്പൻ സിവിലൈസേഷൻ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ബിൽഡിങ്സും അല്ലെങ്കിൽ സിറ്റീസും ഒക്കെ ഉള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ അത് നമ്മൾ ആദ്യം പറയുന്നതാണ് പോസ്റ്റ് ആൻഡ് ലിൻറ്റൽ സിസ്റ്റം. അപ്പോൾ പോസ്റ്റ് ആൻഡ് ലിൻറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിനകത്തുള്ള ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ് ഈ പറയുന്നത് പോസ്റ്റ് ആൻഡ് ലിൻറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ബീം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആദ്യ കാലങ്ങളിൽ നമുക്കിങ്ങനെ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് വെച്ച് റൂഫ് ഉണ്ടാക്കുന്ന രീതികൾ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ ഹട്ടുകൾ. അപ്പൊ അതാണ് പോസ്റ്റ് ആൻഡ് ലിൻറ്റൽ സിസ്റ്റം. ഇനി ഈ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ കണക്ട് ചെയ്ത് വെർട്ടിക്കൽ മെമ്പേഴ്സ് വന്നു, 2 അപ്രൈറ്റ് മെമ്പേഴ്സ്. അതാണ് പോസ്റ്റ് കോളംസ് ഓർ പിയേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോ ആദ്യ കാലങ്ങളിലെ വന്ന ഒരു മോഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നു നമുക്കിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു സ്ട്രക്ചറും അതിന് താഴെ ആ ഹൊറിസോണ്ടൽ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 2 വെർട്ടിക്കൽ സ്ട്രക്ചറും.
അപ്പൊ കോൺക്രീറ്റ് ഒക്കെ നമുക്ക് റീസെന്റ് ആയിട്ട് ഇൻവെന്റ് ചെയ്തതാണ്. അതിന് മുൻപേ തന്നെ പഴയ കാലങ്ങളിൽ ഇത് കണക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് മെമ്പേഴ്സ് കണക്ട് ചെയ്ത് അതിന്റെ മുകളിൽ റൂഫായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഓലയൊക്കെ മേഞ്ഞ് വീടുകൾ വെക്കുമായിരുന്നു. അപ്പൊ അതായിരുന്നു ആദ്യ കാലങ്ങളിലുള്ള ബിൽഡിങ്സിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹട്ട്സിന്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിന് ആ കാലങ്ങളിലുള്ളതിന് പറയുന്നതാണ് പോസ്റ്റ് ആൻഡ് ലിന്റൽ സിസ്റ്റം. ഇനി അത് കണക്ക് തന്നെ നമ്മുടെ ഇപ്പോഴുള്ള കോളങ്ങൾക്ക് അന്ന് പറയുന്നതായിരുന്നു പോസ്റ്റ് കോളംസ് ഓഫ് പിയേഴ്സ് എന്നൊക്കെ പറയുമായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി സ്റ്റോൺ ഹെഞ്ച്. സോ ഇത് പഴയ കാലത്തിലെ ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ആണെന്ന് പറയുവാണ് ഈ ഏൻഷ്യൻ സമയങ്ങളിലുള്ള. സോ ഇത് ഇംഗ്ലണ്ടിലാണ് ഉണ്ടായിരുന്നത്. 3000 to 2000 BC BC-യിലുള്ള 3000 BC to 2000 BC-യിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. A ring-shaped arrangement, 4 meter height, 2.1 meter wide, and weighing around 25 tons. അപ്പോൾ സ്റ്റോൺ ഹെഞ്ച് എന്നുള്ളൊരു മോണുമെന്റ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, അതുകൊണ്ട് ഇത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രീഹിസ്റ്റോറിക് മോണുമെന്റ് ആണ്. ഇംഗ്ലണ്ടിലാണുള്ളത്. 3000 to 2000 BC മുന്നേ ആണത് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ ഒരു ബീം കോളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട് വെക്കുമ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റോറി കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലേക്ക് ഈ സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ് ചെയ്തു വരുന്നത്. സ്റ്റോൺ ഹെഞ്ച് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. സോ നെക്സ്റ്റ് പറയുന്നതാണ് പാന്തോൺ. ഇത് റോമിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. റോമില് AD 126 കൺസ്ട്രക്ട് ചെയ്തത്. AD 126. സോ ഇതൊരു സിലിണ്ട്രിക്കൽ വിത്ത് എ പോർട്ടിക്കോ ഓഫ് ലാർജ് ഗ്രാനൈറ്റ്. സോ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു 8 കോളംസ് ഉണ്ട്. സോ ഇതാണ്ടേ ഇതിന്റെ ഫ്രണ്ടില് 8 കോളംസ്, വെർട്ടിക്കൽ മെമ്പേഴ്സ്. ഇത് ഏത് വർഷമാണെന്ന് നോക്കിക്കേ, AD 126. AD 126 ചെയ്ത കൺസ്ട്രക്ഷൻ ആണ് പാന്തിയോൺ. AD 126 തന്നെ അവിടെ കോളംസും ബീംസും ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ താണ്ടെ 8 കോളംസ്, അതിന്റെ ബാക്കിൽ 2 റോ ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 കോളംസ് താണ്ടെ ഇങ്ങനെ 8 കോളംസും അതിന്റെ ബാക്കിൽ 4 കോളംസ് വീതമുള്ള 4 കോളംസ് ഉള്ള 2 റോസുമായിട്ടാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു ഗ്രാനൈറ്റ് സ്ട്രക്ചർ ആണ്, സിലിണ്ട്രിക്കൽ വിത്ത് എ പോർട്ടിക്കോ ഓഫ് ലാർജ് ഗ്രാനൈറ്റ്. സോ ഇതിനകത്ത് അതിന്റെ ഉള്ളിൽ അതൊരു ഡോം ഷേപ്പ് സ്ട്രക്ചർ ആണ്. അതിന്റെ സെന്റർ പോർഷൻ എന്ന് പറയുന്നത് ഒരു ഡോം ഷേപ്പ് സ്ട്രക്ചർ ആണ്. ജസ്റ്റ് ആ സ്ട്രക്ചറിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഹിസ്റ്ററി പറയുമ്പോൾ. എ റെക്ടാംഗുലർ വെസ്റ്റിബുലെ ലിങ്ക്സ് ദ പോർസ് ടു ദ റൗട്ടിഡ. സോ ആ 2 എക്സാമ്പിൾസ് ഒന്ന് ഓർത്തിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഏൻഷ്യന്റ് കാലഘട്ടങ്ങളിൽ, അപ്പോൾ AD 128 BC 2000 ഒക്കെ നമ്മൾ ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്യുന്ന ബീം കോളംസ് പോലുള്ള അറേഞ്ച്മെന്റ് ഒക്കെ അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഹ്യൂജ് സ്ട്രക്ചേഴ്സ് ആയിട്ട് വന്നില്ല. ഇപ്പൊ 24 നില 34 നിലയൊന്നും വന്നില്ല, എങ്കിലും ഉണ്ടായിരുന്നു. ഇതേ കണക്ക് തന്നെ പിന്നെ പഴയ കാലങ്ങളിൽ കെട്ടിയ ടെമ്പിൾസ്, നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ടെമ്പിൾസ് ഒക്കെ ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൈറൈസ് ബിൽഡിങ്സിനെക്കാട്ടി വലിയ ടെമ്പിൾസ് ഒക്കെ പഴയ AD 1 AD 2 ഒക്കെ ഉണ്ടായിരുന്നു. സോ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇനി നമ്മളൊരു ബിൽഡിങ്ങിന്റെ കുറച്ച് കോമ്പണൻസ് പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് കോമ്പണന്റ് ആണ് വാൾസ്. അപ്പോൾ വാൾസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ റൂമിന്റെ ഭിത്തി. ഇനി വാളിന്റെ തിക്നെസ് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ യൂഷ്വൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ക്ലേ ബ്രിക്ക് ഇല്ലേ, ചുടുകട്ട, ക്ലേ ബ്രിക്ക് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിന്റെ യൂഷ്വൽ വാൾ തിക്നെസ് അല്ലെങ്കിൽ നോർമൽ വാൾ തിക്നെസ് എത്ര വരുമെന്ന് അറിയാമോ? 22 ആണ് സാർ. 22 അല്ല, 20 ആണ് യൂഷ്വൽ വാൾ തിക്നെസ് വരുന്നത്. 20. എങ്ങനെയാ 20 വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലേ ബ്രിക്കിന്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ 9 by 19 സെന്റിമീറ്റർ ആണ്. 9 by 19 സെന്റിമീറ്റർ. അപ്പോ നമ്മൾ വോളിനകത്ത് പ്ലാസ്റ്ററിങ് കൂടെ ചെയ്യും. ആ പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് വോളിന്റെ തിക്നെസ് 20 സെന്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വോളിൻ നമ്മൾ യൂഷ്വലി ഒരു ക്ലേ ബ്രിക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു ചുടുകട്ട കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിന്റെ വോൾ തിക്നെസ് 20 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും.
അതൊന്ന് ഓർത്തിരിക്കാം. അപ്പോ വാൾസ് എന്ന് പറയുന്നതാണ് ഇനി ഡ്യൂറബിലിറ്റി സർ വോയിസ് ബ്രേക്ക് ആവുന്നു. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോഴോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ? അതെനിക്ക് തോന്നുന്നു നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. വോൾ തിക്നെസ് പറഞ്ഞ് കഴിഞ്ഞുള്ളത് കേട്ടില്ല. വോൾ തിക്നെസ് എന്ന് പറയുമ്പോൾ അല്ല സാർ, അത് നമ്മുടെ കേട്ടു. ഈ 20 സെന്റിമീറ്റർ കേട്ടു. അത് കഴിഞ്ഞുള്ളത് ഒന്നും ക്ലിയർ ആയില്ല. ഓക്കെ. സോ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വാൾസ് ആർ വെർട്ടിക്കൽ കമ്പോണൻസ് വിത്ത് ലെങ്ത് ആൻഡ് ഹൈറ്റ് മച്ച് ഗ്രേറ്റർ ദാൻ ഇറ്റ് തിക്നെസ്. സോ അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ വാൾസ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ടു ദ സ്ട്രക്ചർ. അപ്പൊ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഡ്യൂറബിലിറ്റി എന്ന ടേം നിങ്ങൾക്ക് അറിയാമോ? ഡ്യൂറബിലിറ്റി. Wall provide strength and durability to the structure. ഈ സിമെന്റിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റിൽ കേട്ടിട്ടുണ്ടാവും ഡ്യൂറബിലിറ്റി. ഹലോ, കുറേ നാളെ ഈട് നിൽക്കുന്നതാണ്. അതെ. ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ എത്ര കാലം അത് എത്ര കാലം അതിന് ആ സ്ട്രെങ്ത് അതേ കണക്ക് തന്നെ നിൽക്കും. അതാണ് ഡ്യൂറബിലിറ്റി. അപ്പോൾ നമുക്കൊരു സ്ട്രക്ചറിന് വേണ്ടത് സ്ട്രെങ്ത് മാത്രമല്ല. സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് എങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഡ്യൂറബിലിറ്റി എന്ന് വെച്ചാൽ അതിന്റെ ലൈഫാണ് ഡ്യൂറബിലിറ്റി. അപ്പോൾ വാൾസ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ടു സ്ട്രക്ചർ. തേർഡ് പോയിന്റ് പറയുന്നത് വാൾ ഹെൽപ്പ് ടു കൺട്രോൾ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ടെമ്പറേച്ചർ. സോ ഇപ്പോ നമ്മൾ തിയേറ്റേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, സിനിമ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ സിനിമ ഹാൾസ് അല്ലെങ്കിൽ ഓഡിറ്റോറിയംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അപ്പോ സിനിമ ഹാൾസ് അല്ലെങ്കിൽ ഓഡിറ്റോറിയംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു കൂളിംഗ് ടെമ്പറേച്ചർ വേണം, അല്ലെങ്കിൽ ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാകണം. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്സിനകത്തും അതേ കണക്കുള്ള ബ്രിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോ സിനിമ ഹാൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രിക്സ് ആണെങ്കിൽ കുറച്ച് റഫ് ടൈപ്പ് ബ്രിക്സ് യൂസ് ചെയ്യും. അതേ കണക്ക് സൗണ്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ബ്രിക്സ് യൂസ് ചെയ്യും. അക്വസ്റ്റിക് ബ്രിക്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ബ്രിക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതേ കണക്ക് ചിലപ്പോ ഈ യൂസ് ചെയ്യുന്ന ബ്രിക്സിനകത്ത് വോയിഡ്സ് ഉണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ, അപ്പോൾ പുറത്ത് ഒരുപാട് ചൂടാണെങ്കിലും ആ ടെമ്പറേച്ചർ ഉള്ളിലേക്ക് വരത്തില്ല. അപ്പോൾ അങ്ങനെ ടൈപ്പ് നമ്മൾ വാൾസ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ആ ഡീറ്റെയിൽ നമ്മൾ പറയും. അപ്പോൾ വാൾസ് ഹെൽപ്പ് ടു കൺട്രോൾ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ടെമ്പറേച്ചർ. ഒരു റൂമിനകത്തുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും നമുക്ക് വാൾസ് യൂസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് പറയുന്ന പോയിന്റ് ആണ് ഇറ്റ് സെപ്പറേറ്റ്സ് ബിൽഡിംഗ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. സോ ഇനിയാണ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് വാൾസ്. അപ്പോൾ ടൈപ്സ് ഓഫ് വാൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു, 2 ടൈപ്പ് വാൾ ആണ് നമുക്ക് പറയുന്നത്. ഫസ്റ്റ് വൺ ലോഡ് ബെയറിംഗ് വാൾ, സെക്കൻഡ് വൺ നോൺ ലോഡ് ബെയറിംഗ് വാൾ. ലോഡ് ബെയറിംഗ് വാൾ ആൻഡ് നോൺ ലോഡ് ബെയറിംഗ് വാൾ. ലോഡ് ബെയറിംഗ് വാൾ എന്ന് വെച്ചാൽ എന്താണ്? ആ ബിൽഡിങ്ങിന്റെ വെയിറ്റ് മുഴുവൻ ആ വാളിലായിരിക്കും ഇരിക്കുന്നത്, ലോഡ് ബെയറിംഗ് വാൾ. നോൺ ലോഡ് ബെയറിംഗ് വാൾ എന്ന് വെച്ചാൽ ബിൽഡിങ്ങിന്റെ വെയിറ്റ് ഒന്നും വാൾസിലേക്ക് വരത്തില്ല. അപ്പോൾ നോൺ ലോഡ് ബെയറിംഗ് വാൾസ് എന്ന് പറയുന്നത് അവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്രെയിംഡ് സ്ട്രക്ചർ ആയിരിക്കും. ഫ്രെയിംഡ് സ്ട്രക്ചർ. സോ സ്ട്രക്ചർ ഫ്രെയിംഡ് സ്ട്രക്ചർ ആയിരിക്കും. നോൺ ലോഡ് ബെയറിംഗ് വാൾ ആണെങ്കിൽ ഫ്രെയിംഡ് സ്ട്രക്ചർ ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഈ ടൈപ്സ് ഓഫ് വാൾസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. സോ ലോഡ് ബെയറിംഗ് വാൾ കൺസ്ട്രക്റ്റഡ് വിത്ത് ബ്രിക്സ്, സ്റ്റോൺ ഓർ കോൺക്രീറ്റ് ബ്ലോക്സ്. അപ്പോൾ വാൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ബ്രിക്സോ സ്റ്റോൺസോ കോൺക്രീറ്റ് ബ്ലോക്കോ യൂസ് ചെയ്തിട്ടായിരിക്കും. ഡയറക്ട്ലി ട്രാൻസ്ഫർ ലോഡ് ഫ്രം റൂഫ് ടു ഫൗണ്ടേഷൻ, ക്യാൻ ബി എക്സ്റ്റീരിയർ ആസ് വെൽ ആസ് ഇന്റീരിയർ വാൾസ്. സോ ഇത് ഞാൻ നേരത്തെ കാണിച്ച ഒരു ഫിഗർ ആണ് ലോഡ് ബെയറിംഗ് വാൾ, ലോഡ് ബെയറിംഗ് മേസണറി വാൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോഡ് ബെയറിംഗ് വാൾ എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന്റെ വെയിറ്റ് മുഴുവൻ വാൾസിനകത്തായിരിക്കും ഇരിക്കുന്നത്.
ഇത് ഒരു ഇമേജ് ആണ്, ലോഡ് ബെയറിംഗ് സ്റ്റോൺ വാൾസ്. ഇപ്പോ നമ്മൾ വാൾസ് ബ്രിക്ക് കൊണ്ട് മാത്രമല്ല കൺസ്ട്രക്ട് ചെയ്യുന്നത്, ചിലപ്പോ സ്റ്റോൺസും യൂസ് ചെയ്യും. അപ്പോ ചില കേസിൽ ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോൺസും യൂസ് ചെയ്ത് വാൾസ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വീടിന്റെ ഫ്രണ്ട് പോർഷനൊക്കെ ചിലപ്പോൾ സ്റ്റോൺസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്ന ലോഡ് ബെയറിംഗ് സ്റ്റോൺ വാൾസ് എന്ന് വെച്ചാൽ, ലോഡ് ബെയറിംഗ് സ്റ്റോൺ വാൾസ്. പിന്നെ ഇത് പാനലൈസ്ഡ് ലോഡ് ബെയറിംഗ് മെറ്റൽ സ്റ്റഡ് വാൾസ്. ഇപ്പോ വലിയ ഷോപ്പ് ഹലോ കേൾക്കാം സാർ. പാനലൈസ്ഡ് ലോഡ് ബിയറിംഗ് മെറ്റൽ സ്റ്റഡ് വാൾസ്. അപ്പോൾ ഈ വാൾസ് നമ്മളൊരു ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്തെടുത്ത് നമ്മുടെ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇത്. നമ്മൾ ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ലിഫ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എവിടെയാണോ അത് അറേഞ്ച് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നതാണ് പാനലൈസ്ഡ് ലോഡ് ബിയറിംഗ് മെറ്റൽ സ്റ്റഡ് വാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഈ ബിൽഡിങ്ങിന്റെ വെയിറ്റ് ഈ വാളിലായിരിക്കും എടുക്കുന്നത്. പിന്നെ ഇത് ഈ ഇടയിലുള്ള പോർഷൻസ് ചിലപ്പോൾ ഗ്ലാസ് ഒക്കെ ആയിരിക്കും. ലോഡ് ബെയറിംഗ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വാൾ, ഈ ടേം ഓർത്തിരിക്കണം, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വാൾ. ഇപ്പോ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വാൾ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്, ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി. അവിടെ നമ്മൾ അതിന്റെ ഓരോ വാള്, ഇപ്പൊ ഇതൊരു വാളാണ്, ആ വോള് നമ്മൾ ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാണ്. അതാണ് ലോഡ് ബെയറിംഗ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വാൾ. ഇതൊരു കോൺക്രീറ്റ് വാൾ ആണ്. നേരത്തെ കാണിച്ച സ്ട്രക്ചർ കോൺക്രീറ്റ് ആകണമെന്നില്ല. പാനലൈസ്ഡ് ലോഡ് ബെയറിംഗ് മെറ്റൽ സ്റ്റഡ് വാൾ. സോ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ സ്റ്റീൽ ആയിരിക്കാം. വാൾ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആയിരിക്കില്ല, സ്റ്റീൽ ആയിരിക്കാം. പക്ഷേ ലോഡ് ബെയറിംഗ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വാൾ എന്ന് വെച്ചാൽ നമ്മുടെ വാള് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആണ്. അപ്പോൾ നമ്മുടെ വീടൊന്നും അങ്ങനെ വെക്കാറില്ല. പക്ഷെ ഇതിനകത്ത് ഇത് യൂഷ്വലി നമുക്ക് ഈ ഫാക്ടറീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വാൾസ് നമ്മൾ ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്യും. അതാണ്ട് ഈ ഒരു വാൾ ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്തിട്ട് ഒരു ക്രെയിൻ യൂസ് ചെയ്ത് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ദാണ്ടെ ഫസ്റ്റ് ഇവിടെ ഒരു വാള് പ്ലേസ് ചെയ്തു, ഇവിടെ അടുത്ത വാള്. അതാണ്ട് ഫ്രണ്ടിൽ നമുക്ക് വാളിനകത്ത് തന്നെ ഡോറും വിൻഡോ പോർഷനും ഓപ്പൺ ആയിട്ട് തന്നെ വാൾ കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ അതാണ് ലോഡ് ബിയറിംഗ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വാൾ. പ്രീകാസ്റ്റ് എന്ന ടേം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാസ്റ്റ് ചെയ്തു, നേരത്തെ ചെയ്തു വെച്ചു. അതാണ് പ്രീകാസ്റ്റിന്റെ വേർഡ് മീനിങ്. അപ്പോൾ നേരത്തെ ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്ത വാള് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. അതാണ് ലോഡ് ബിയറിംഗ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വാൾ. ഇപ്പോ നിങ്ങൾ കൊച്ചിൻ മെട്രോയുടെ കൺസ്ട്രക്ഷൻ നടന്ന സമയത്ത് ഈ പ്രീകാസ്റ്റ് എന്നൊക്കെ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ആ മെട്രോയുടെ തൂണിനിടയ്ക്കുള്ള പോർഷൻസ് പലതും ഇങ്ങനെ പ്രീകാസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. പ്രീകാസ്റ്റഡ് ആണ് കുറെ പോർഷൻസ്. അപ്പൊ തൂണിന്റെ ഇടയ്ക്കുള്ള പോർഷൻസ് നമ്മൾ ഫാക്ടറിയിൽ കാസ്റ്റ് ചെയ്ത് ആ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് വാൾ. സോ ഇത് നോൺ ലോഡ് ബെയറിംഗ് വാൾ. നോൺ ലോഡ് ബെയറിംഗ് വാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടീഷൻ വാൾ എന്ന് പറയും. പാർട്ടീഷൻ വാൾ, അവിടെ ലോഡിന്റെ ബിൽഡിങ്ങിന്റെ വെയിറ്റ് ഒന്നും വാളിലേക്ക് വരത്തില്ല. അതാണ് നോൺ ലോഡ് ബെയറിംഗ് വാൾസ് എന്ന് പറയുന്നത്. സോ ദാണ്ടെ, ഡു നോട്ട് ട്രാൻസ്ഫർ ലോഡ് ഫ്രം ദ റൂഫ് ടു ഫൗണ്ടേഷൻ, carry only their own weight, act as a partition between different rooms. So in RCC or steel framed buildings, vertical load is carried by RCC column. എന്തായിരുന്നു RCC എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞേ ഉള്ളൂ. ഇൻ RCC or framed structures, RCC യുടെ ഫുൾ ഫോം എന്തായിരുന്നു? Reinforced cement concrete columns. Abo in RCC or steel framed buildings, vertical load is carried by RCC columns. So in such structures most of the loads are non load bearing structures. Ipo
ഇവിടെ ഉണ്ട് ദാണ്ടേ. സോ ഇതൊരു നോൺ ലോഡ് ബെയറിംഗ് വോൾ ആണ്. പക്ഷെ ഇവിടെ ഒരു പോർഷൻ കണ്ടോ വോളായിട്ടുള്ളത്? ഞാൻ ഈ റെഡ് ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? അവിടെ ഒരു കോൺക്രീറ്റ് വോളാ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അവിടെ കോൺക്രീറ്റ് വോൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയാമോ? ബാക്കി പോർഷൻസ് എല്ലാം നോക്കി അവിടെ എല്ലാം ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. So എന്തെങ്കിലും partition, ഇല്ല, പാർട്ടീഷൻ അല്ലല്ലോ. sir, അവിടെ ലൈക്ക് ഒരു സ്പേസ് ഉണ്ടല്ലോ, അപ്പം ഈ ആൾക്കാർ അങ്ങോട്ട് പോവാണ്ടിരിക്കാൻ ലൈക്ക് ഇച്ചിരി ഓപ്പൺ അല്ലേ? സോ സി ദിസ് പോർഷൻ ഇസ് ഓൾസോ ഓപ്പൺ. ഇവിടെയും ഓപ്പൺ ആണ്, ഇവിടെയും ഓപ്പൺ ആണ്, ഇവിടെയും ഓപ്പൺ ആണ്. ഈ പോർഷൻസ് എല്ലാം ഓപ്പൺ ആണ്. Sir, അത് കോർണർ പറഞ്ഞോ. അല്ല വേറെ. സോ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഈ വോളിന് പറയുന്ന പേര് ഷിയർ വോൾ എന്നാണ്. ഷിയർ വോൾ. അപ്പോ നമ്മുടെ ബിൽഡിങ്സിനകത്ത് ഇപ്പൊ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ഒരുപാട് ഓപ്പണിങ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആകത്തില്ല. ഇപ്പോ നമ്മള് കേരളം പോലുള്ള റീജിയനിലൊക്കെ ആണെങ്കിൽ എർത്ത് ക്വേക്ക് 3.5 റിക്ടർ സ്കെയിലിൽ വരെ എർത്ത് ക്വേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എർത്ത് ക്വേക്ക് ഫ്രീ അല്ല കേരളത്തില്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ബിൽഡിംഗ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജപ്പാനിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന അത്രയും ഇതില്ലെങ്കിലും ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായാലും ബിൽഡിംഗ് കൊളാപ്സ് ആകാത്ത രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബിൽഡിങ്സിന്റെ പല പോർഷൻസിലും ഇതേ കണക്കുള്ള വെർട്ടിക്കലായിട്ടുള്ള കോൺക്രീറ്റ് വോൾസ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് ഷിയർ വോൾസ്. അപ്പോൾ ഷിയർ വോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അത് എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആക്കാനാണ്. ബിൽഡിങ്ങിനെ എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആക്കാനാണ് ഷിയർ വോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലിഫ്റ്റിന്റെ വോള് കണ്ടിട്ടില്ലേ? ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് ഒരു 3 വോളിന്റെ ഇടയിൽ കൂടിയാണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്. ആ വോൾ ഒരിക്കലും നമ്മൾ ഇത് കണക്ക് സിമെന്റ് ബ്ലോക്സോ അത് കണക്ക് തന്നെ കോൺക്രീറ്റ് ബ്ലോക്സോ കൊണ്ട് ചെയ്യില്ല. അവിടെയും നമ്മൾ ഇതേ കണക്ക് ഒരു ഫുൾ കോൺക്രീറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ബിൽഡിങ്ങിന്റെ ടോപ്പ് ടു ബോട്ടം ഒരു 3 പോർഷനില് കോൺക്രീറ്റ് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ലിഫ്റ്റ് റൂം പ്ലേസ് ചെയ്യുന്നത്. ബിക്കോസ് ലിഫ്റ്റ് എന്താണ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഈ വോൾസിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഷിയർ ഫോഴ്സ് എന്താണെന്നൊക്കെ പറയാം. ലിഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുമ്പോൾ വോൾസിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ് നമുക്ക് ബ്രിക്ക് ഒന്നും ചിലപ്പോൾ അത് അബ്സോർബ് ചെയ്ത് എടുക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതേ കണക്കുള്ള ഷിയർ വോൾസ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചറായിട്ട് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിലും ആ ഫ്രെയിംഡ് സ്ട്രക്ചറിന്റെ പല പോർഷൻസിലും ഷിയർ വോൾസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ വലിയ ഓപ്പണിങ്സ് വരുന്ന പോർഷൻസിലെല്ലാം ഷിയർ വോൾസ് പ്രൊവൈഡ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ടു മേക്ക് ദ ബിൽഡിംഗ് എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ്. എന്ന് വെച്ചാൽ ഈ മുകളിലുള്ള ഫ്ലോസ് എല്ലാം തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകണം. എർത്ത് ക്വേക്ക് എന്ന് വെച്ചാൽ ഒരു മൈന്യൂട്ട് സെക്കൻഡിൽ ഉണ്ടാകുന്ന ഒരു വേവ് ആണ്. ആ വേവിനെ ബിൽഡിംഗ് അബ്സോർബ് ചെയ്ത് നിർത്തണം. താഴേന്ന് മുകളിൽ വരെ ഒരേ കണക്കെ ബിൽഡിംഗ് ഷേക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. പല രീതിയിൽ ഷേക്ക് ചെയ്താൽ ബിൽഡിംഗ് കൊളാപ്സ് ആവും. അപ്പോൾ എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു വോള് കൊടുത്തിരിക്കുന്നത്, ഷിയർ വോൾ. ഇതിപ്പോ പുറത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് കണക്ക് ഈ സൈഡിലും ഉണ്ട്, കണ്ടോ, ഷിയർ വോൾസ് ഉണ്ട്. അപ്പോൾ വലിയ ഓപ്പണിങ്സ് വരുന്നിടത്തെല്ലാം ഷിയർ വോൾസ് പ്രൊവൈഡ് ചെയ്യും ടു മേക്ക് ദ സ്ട്രക്ചർ എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ്. പിന്നെ ഷിയർ വോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലിഫ്റ്റിന്റെ ഓപ്പണിങ്സിലാണ്, ലിഫ്റ്റ് റൂമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിഫ്റ്റ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ വെൻ ദ ലിഫ്റ്റ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ എ ഫോഴ്സ് എക്സേർട്ടഡ്, ഷിയർ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പറയുന്നത്. ഈ ഷിയർ ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്, കോൺക്രീറ്റ് വോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഷിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാരും ഈ പേപ്പർ കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു പീസ് ഓഫ് പേപ്പർ ഒരു സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? പേപ്പർ മുറിയും. അപ്പൊ പേപ്പർ ഈ ഒരു പോർഷൻ നടുക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന എവിടെയാണോ അവിടെ വെച്ച് രണ്ടായിട്ട് മുറിയും.
അപ്പൊ ആ കട്ടിംഗ് സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഞാൻ ഈ പറഞ്ഞ ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചർ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അത്രേ ഓർത്താൽ മതി ഇപ്പോഴും. അതിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിഫ്റ്റ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുമ്പോൾ ഇതേ കണക്കൊരു ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നത്. ആ സ്ട്രക്ചറിനെ സ്പ്ലിറ്റ് ചെയ്ത് പോകും, മൂവ് ചെയ്ത് കളയും. അപ്പൊ അത് വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രിക്ക് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്താൽ പറ്റത്തില്ല, പകരം കോൺക്രീറ്റ് കൊണ്ട് തന്നെ വേണം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഷിയർ വാൾ എന്താണ്, ഷിയർ ഫോഴ്സ് എന്താണ്, എർത്ത് റെസിസ്റ്റന്റ് ആക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. ക്ലിയർ ആണോ? Yes, sir. Clear. Clear ആണ്, clear ആണ്. Yes, sir. Yes, sir. സോ നെക്സ്റ്റ് പറയുന്നതാണ് റീഇൻഫോഴ്സ്ഡ് മേസണറി വാൾ. സോ റീഇൻഫോഴ്സ്ഡ് മേസണറി വാൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് റീഇൻഫോഴ്സ്ഡ് മേസണറി വാൾ. ഇത് കണ്ടോ, ആ വെർട്ടിക്കൽ ആ റെഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന ടേം നമ്മൾ എവിടെ കേട്ടാലും ഓർക്കുക, അവിടെ നമുക്കൊരു ബാസ് TMT ബാസ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ റീഇൻഫോഴ്സ്ഡ് മേസണറി വാൾ എന്ന് പറയുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്ഡ് മേസണറി വാൾ ക്യാൻ ബി ലോഡ് ബെയറിംഗ് വാൾ ഓർ നോൺ ലോഡ് ബെയറിംഗ് വാൾ. Reinforcement is provided to withstand tensile forces and heavy compressive load. ഇനി ഈ ടെൻസൈൽ ഫോഴ്സ് എന്താണ്, കംപ്രസീവ് ഫോഴ്സ് എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ടെൻസൈൽ ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ്. ആർക്കും ഒരു ഐഡിയ ഇല്ല, എന്തെങ്കിലും പറഞ്ഞോ? കംപ്രസീവ് തിന്നാവല്ലേ? ഒന്നുകൂടി പറയാമോ? കംപ്രസീവ് ഫോഴ്സ് തിന്നാക്കല്ലേ? അതെ അതെ. ഇപ്പോ ഇതൊരു സ്ട്രക്ചർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് ഫോഴ്സ് ബോഡിക്ക് ഉള്ളിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? രണ്ട് സൈഡിൽ നിന്നും രണ്ട് ഫോഴ്സ് ഒരു ബോഡിക്ക് ഉള്ളിലേക്ക് വന്നാൽ അത് കംപ്രസീവ് ഫോഴ്സ് ആണ്. കംപ്രസീവ് ഫോഴ്സ് ആണ്. ഇനി ടെൻസൈൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമുക്കൊരു ബോഡിയിൽ നിന്ന് പുറത്തേക്കാണ് ഫോഴ്സ് പോകുന്നതെങ്കിൽ അത് സോ ഇതാണ്ടേ, ഒരു ബോഡിയിൽ നിന്ന് പുറത്തേക്കാണ് ഫോഴ്സ് പോകുന്നതെങ്കിൽ അതിനെയാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര ഓർത്തിരിക്കുക, ടെൻസൈൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ബോഡി ഇലോങ്ങേറ്റ് ചെയ്യും, കംപ്രസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ബോഡി കംപ്രഷൻ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ടെൻഷനും കംപ്രഷനും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? ടെൻഷനും കംപ്രഷനും. ടെൻഷൻ എന്ന് വെച്ചാൽ ബോഡി ഇലോങ്ങേറ്റ് ചെയ്യും. നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്ത് സ്ട്രെച്ച് ചെയ്താൽ എന്തായാലും അത് ഇലോങ്ങേറ്റ് ചെയ്യും. അതാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിം പ്രൊസീജിയർ നമ്മുടെ ബിൽഡിങ്ങിനകത്തും ഉണ്ടാവും, പക്ഷെ അത് വളരെ കുറച്ചായിരിക്കും. ചിലപ്പോൾ ഒരു 0.02 mm ഒക്കെ വരത്തുള്ളൂ. അപ്പൊ അതാണ് ടെൻഷൻ. ഒരു റബ്ബർ ബാൻഡ് എടുത്ത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന എന്താണോ അതാണ് ടെൻഷൻ എന്ന് പറയുന്നത്. കംപ്രഷൻ എന്ന് വെച്ചാൽ ബോഡിയിലേക്ക് രണ്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ്. അപ്പൊ ബോഡി ഇങ്ങനെ അത് ചെറുതാവും. അപ്പൊ അതാണ് കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ബിൽഡിങ്ങിനകത്ത് പറയുന്ന ടെൻഷനും കംപ്രഷനും എന്ന് വെച്ചാൽ നമുക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. ചിലപ്പോൾ 2 mm അല്ലെങ്കിൽ 0.02 mm അത്രയൊക്കെ വരത്തുള്ളൂ ടെൻഷനും കംപ്രഷനും ഒക്കെ. സോ റീഇൻഫോഴ്സ്മെന്റ് ഈസ് പ്രൊവൈഡഡ് ടു വിസ്റ്റാൻഡ് ടെൻസൈൽ ഫോഴ്സസ് ആൻഡ് ഹെവി കംപ്രസീവ് ലോഡ്. അപ്പോ നമ്മള് ഇപ്പോൾ വീട് വെക്കുമ്പോൾ നമ്മുടെ റൂഫിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് ഇടുന്നതിന്റെ കാരണം ഇതാണ്. ടെൻഷൻ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇനി നിങ്ങൾ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? റോഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഇടാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? അവിടെ നമ്മൾ കമ്പി ഇടാറുണ്ടോ? TMT ബാസ് ഇട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇടാറില്ല. നമ്മുടെ നാട്ടിലെ റോഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ TMT ബാസ് ഇടാറില്ല. എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് വെച്ചാൽ റോഡിനകത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ റോഡിനകത്ത് നമുക്ക് ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകത്തില്ല, കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോ
കോൺക്രീറ്റിനകത്ത് കോൺക്രീറ്റ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആണ്. കംപ്രസീവ് ഫോഴ്സ് ഇഷ്ടം പോലെ കോൺക്രീറ്റ് അബ്സോർബ് ചെയ്തോളും, പക്ഷേ ടെൻസൈൽ ഫോഴ്സ് അബ്സോർബ് ചെയ്യില്ല. അപ്പം ഈ കംപ്രസീവ് ഫോഴ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിൽഡിങ്ങിൽ റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന പോയിന്റ്. റീഇൻഫോഴ്സ്മെന്റ് ഈസ് പ്രൊവൈഡഡ് ടു വിത്ത്സ്റ്റാൻഡ് ടെൻസൈൽ ഫോഴ്സ് ആൻഡ് ഹെവി കംപ്രസീവ് ലോഡ്. അപ്പോൾ കോൺക്രീറ്റിനകത്തുള്ള റീഇൻഫോഴ്സ്മെന്റ് ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. ഇറ്റ് വിൽ അബ്സോർബ് കംപ്രസീവ് ഫോഴ്സ്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് എടുക്കുമെങ്കിലും ഇറ്റ് വിൽ അബ്സോർബ് ടെൻസൈൽ ഫോഴ്സ്. റീഇൻഫോഴ്സ്മെന്റ് ടെൻസൈൽ ഫോഴ്സ് ആണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. വളരെ കുറച്ച് കംപ്രസീവ് ഫോഴ്സ് എടുക്കുകയുള്ളൂ, ബിക്കോസ് കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ. അപ്പോൾ റോഡിനകത്തൊക്കെ കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. വണ്ടി ഓടിപ്പോകുമ്പോൾ വണ്ടിയുടെ വെയിറ്റ് അല്ലേ റോഡിലേക്ക് വരുന്നത്. ഒരു റോഡിൽ കൂടി വെഹിക്കിൾസ് ഓടി പോകുമ്പോൾ വെഹിക്കിൾസിന്റെ വെയിറ്റ് അതെന്താ കംപ്രസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് മിക്കപ്പോഴും റോഡിൽ ഉണ്ടാകാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റോഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രൊവൈഡ് ചെയ്യാത്തത്, റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാത്തത്. ഇനി ബിൽഡിങ്സിനകത്തൊക്കെ കംപ്രസീവ് ഫോഴ്സ് മാത്രമല്ല ടെൻസൈൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ ടെൻസൈൽ ഫോഴ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെൻസൈൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇലോങ്ങേഷൻ പ്രോപ്പർട്ടിയാണ് ടെൻസൈൽ ഫോഴ്സ്. സോ ഇനി ലാസ്റ്റ് പോയിന്റ്, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ താഴെ സപ്പോർട്ട് ഇല്ലല്ലോ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ബ്രിഡ്ജ് ഇങ്ങനല്ലേ, 2 കോളത്തിന്റെ മുകളിലല്ലേ നിൽക്കുന്നത്. ഇതിന്റെ മുകളിൽ വണ്ടി വന്ന് നിൽക്കുവാണ്, കണ്ടില്ലേ, വെഹിക്കിള് നിൽക്കുവാണ്. ഒരു വണ്ടി വന്ന് നിൽക്കുമ്പോ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ താഴത്തേക്ക് ഒരു ബെൻഡിങ്ങിനുള്ള പോസിബിലിറ്റി അല്ലേ. അവിടെ ടെൻസൈൽ ഉണ്ടാവും. ഇവിടെ നമുക്ക് ടെൻഷനും കംപ്രഷനും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇത് താഴത്തേക്ക് ബെൻഡ് ചെയ്യല്ലേ, അപ്പൊ എന്ത് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്യും. മുകളിലത്തെ മെമ്പർ എന്ത് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്യും. താഴത്തേക്ക് ബെൻഡ് ചെയ്യാൻ പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ടെൻഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ റോഡിന് നമുക്ക് താഴെ നല്ല ഗ്രൗണ്ട് ഉണ്ട്, നല്ല ഗ്രൗണ്ടിന്റെ മുകളിലാണ് ഈ സാധനം ഇരിക്കുന്നത്, റോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊന്നും അത് കൊടുക്കാത്തത്. പക്ഷെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന കേസുണ്ട്. എന്ന് വെച്ചാല് ഈ റൺവേസ് ഒക്കെ ഇല്ലേ, ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന റൺവേസ്, ആ റൺവേയിലൊക്കെ നമ്മളിത് കൊടുത്തേ പറ്റുള്ളൂ. ബിക്കോസ് ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന പ്രഷറൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ വെറുതെ സാധാരണ രീതിയിലുള്ള റോഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡാമേജസ് ഉണ്ടാവും. റീഇൻഫോഴ്സ് മേസണറി വാൾ. ഇനി കാവിറ്റി വാൾസ്, ഇതാണ് കാവിറ്റി വാൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇമേജ് കണ്ടാൽ തന്നെ അറിയാം എന്തുണ്ട്, വാളിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അതാണ് കാവിറ്റി വാൾസ് എന്ന് പറയുന്നത്, കാവിറ്റി വാൾസ്. അപ്പോ cavity walls provide ചെയ്യുന്ന എന്തിനാന്ന് പഠിക്കുക, ടെമ്പറേച്ചർ കൺട്രോൾ ഇൻസൈഡ് ദ ബിൽഡിംഗ് ആൻഡ് പ്രൊവൈഡ് സൗണ്ട് ഇൻസുലേഷൻ. അപ്പോൾ കാവിറ്റി വാൾസ് ആർ പ്രൊവൈഡഡ് ടു കൺട്രോൾ ടെമ്പറേച്ചർ. എന്താണ്, നടുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് പുറത്തുള്ള ടെമ്പറേച്ചർ ഫുൾ ആയിട്ട് അകത്തേക്ക് വരത്തില്ല. പുറത്ത് ചൂടാണെങ്കിൽ അത്രയും ചൂട് അകത്തേക്ക് വരില്ല, പുറത്ത് കോൾഡ് ആണെങ്കിൽ അത്രയും കോൾഡ് അകത്തേക്ക് വരില്ല. സോ അതാണ് കാവിറ്റി വാൾസ്. നമുക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്സ് ഉണ്ടാവും, അതിനെയാണ് കാവിറ്റി വാൾ എന്ന് പറയുന്നത്, കാവിറ്റി വാൾസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഷിയർ വാൾ, അതാണ്ട് ഷിയർ വാളിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഷിയർ വാൾസ് റെസിസ്റ്റ് ലാറ്ററൽ ഫോഴ്സസ് ടു റെസിസ്റ്റ് വിൻഡ് ആൻഡ് എർത്ത് locate commonly in lift and staircases. Rehna? Rehna, ഇതിൽ ചോദിക്കാനാണോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ? സോറി മാം, അറിയാതെ. സോറി സാർ, അറിയാതെ. ഓക്കെ. സോ ഷിയർ വാൾ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു എന്താണെന്ന്. ഇനി പാർട്ടീഷൻ വാൾ എന്താണെന്ന് അറിയാം. നമുക്ക് ഒരു ബിൽഡിങ്ങിനെ ഡിഫറെന്റ് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പാർട്ടീഷൻ വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടീഷൻ വാൾ നമ്മൾ ചിലപ്പോൾ ബ്രിക്സിൽ ചെയ്യും, അല്ലെങ്കിൽ ഇതാണ്ട് ഗ്ലാസ് ഫൈബർ ബോർഡ്സ് ഒക്കെ ആയിട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ മാനേജറിന്റെ റൂം സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്യാബിനൊക്കെ ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പാർട്ടീഷൻ വാൾ ആണ്. സോ പോസ്റ്റ് ആൻഡ് ബീംസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പർ ആണ്, ബീംസ് ഹൊറിസോണ്ടൽ മെമ്പർ. ഇനി പോസ്റ്റ് ഇസ് എ വെർട്ടിക്കൽ മെമ്പർ ദാറ്റ് ക്യാരി ആക്സിയൽ ലോഡ്. ആക്സിയൽ ലോഡ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന മെമ്പറിനകത്ത്
മെമ്പറിന്റെ ആക്സിൽ കൂടി പാസ് ചെയ്യുന്ന ലോഡ്, അതാണ് ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത്. ഇപ്പോ സോ ഇതാണ് നമ്മുടെ മെമ്പർ, ഇതാണ് ഇതിന്റെ ഹൊറിസോണ്ടൽ ആക്സിസ്. ആ ആക്സിസിൽ കൂടെ ആയിരിക്കും ലോഡ് പാസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന മെമ്പർ, ആ മെമ്പറിന്റെ ആക്സിസിൽ കൂടി പാസ് ചെയ്യുന്ന ലോഡ്, അതാണ് ആക്സിയൽ ലോഡ്സ് എന്ന് പറയുന്നത്. ലിന്റൽ ലിന്റൽ എന്ന് പറഞ്ഞ പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഡോറിന്റെയും വിൻഡോയുടെയും മുകളിലാണ് ലിന്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ എന്തിനാണ് ഈ ലിന്റൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ഇത് ലിന്റൽ ആണ്, ഇവിടെ നമുക്ക് ഡോർ ഉണ്ട്. സോ ലിന്റൽ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും, ഈ വെയിറ്റ് മുഴുവൻ വന്ന് നിൽക്കുന്നത് ഡോറിന്റെ ഫ്രെയിമിലായിരിക്കും, അല്ലെങ്കിൽ ഡോറിന്റെ, നമ്മൾ കട്ടള എന്ന് പറയത്തില്ലേ, ഡോറിന്റെ കട്ടളയിലായിരിക്കും, അല്ലെങ്കിൽ ഡോറിന്റെ ഫ്രെയിമിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഡോറിന്റെ ഓപ്പണിങ്ങും വിൻഡോ ഓപ്പണിങ്ങും സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഡോർ ഓപ്പണിങ്ങും വിൻഡോ ഓപ്പണിങ്ങും സഫീഷ്യന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് ലിന്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പണിങ്സിന് മുകളിലും, ഒരു ബിൽഡിങ്ങിനകത്ത് എത്രത്തോളം ഓപ്പണിങ്സ് ഉണ്ടോ ആ ഓപ്പണിങ്സിന്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലിന്റൽസ്. അപ്പോ ആ ഓപ്പണിങ്സിന്റെ മുകളിൽ, ഒരു ബിൽഡിങ്ങിനകത്ത് ഡോർ ഓപ്പണിങ്ങിന്റെയും വിൻഡോ ഓപ്പണിങ്ങിന്റെയും മുകളിൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ലിന്റൽസ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന പോർഷൻ ഉണ്ടാവും ഡോറിന്റെയും വിൻഡോയുടെയും മുകളിൽ. അപ്പോൾ ഇത് ആ ഓപ്പണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. ഈ ലിന്റൽ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഡോറിന്റെയോ വിൻഡോയുടെയും ഷട്ടർ എന്ന് വെച്ചാൽ കട്ടള എന്ന് പറയത്തില്ലേ, അതിനകത്തായിരിക്കും ബിൽഡിങ്ങിന്റെ വെയിറ്റ് വന്ന് നിൽക്കുന്നത്. അത് നമുക്ക് ഡാമേജ് കോസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലിന്റൽ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, കോൺക്രീറ്റ് ലിന്റൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ലിന്റലിന്റെ ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ വോളിന്റെ അതേ ബ്രെഡ്ത്ത് ആയിരിക്കും ലിന്റലിന്റെ ബ്രെഡ്ത്ത്. അപ്പൊ വോൾ തിക്നെസ് 19 സെന്റിമീറ്റർ ആണെങ്കിൽ ലിന്റലിന്റെ ബ്രെഡ്ത്തും 19 സെന്റിമീറ്റർ ആയിട്ട് തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് കണ്ടോ, ലിന്റൽ ബിൽഡിംഗ് ഫുൾ ആയിട്ട് ലിന്റൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ ഓപ്പണിംഗ്, അതിന്റെ മുകളിൽ ലിന്റൽ. ഇത് കണ്ടോ, ഇത് വരാന്തയാണ്, വോളൊന്നുമില്ല. അപ്പൊ നമുക്ക് അത്രയും ഓപ്പണിങ്ങിന് മുകളിൽ റൂഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലിന്റൽ. സോ ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിങ്സിന്റെ മുകളിൽ ലിന്റൽസ് കൺസ്ട്രക്ട് ചെയ്യും. ലിന്റൽ കൺസ്ട്രക്ട് ചെയ്താൽ മാത്രമേ അതിന്റെ മുകളിലേക്ക് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും തേർഡ് മോഡ്യൂളും ഒക്കെ ഉള്ളൂ ഇത് എനിക്ക് തിയറി ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് എന്ന് വെച്ചാൽ കുറച്ച് ചെയ്യാനുണ്ട്, ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഈ സ്ലൈഡ് ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ഷെയർ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ ക്യാവിറ്റി വാൾസ് അല്ലേ? ക്യാവിറ്റി വാൾസ് അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ ടെമ്പറേച്ചർ കൂട്ടാൻ കുറയ്ക്കാനോ? അത് നമ്മൾ ആ ബിൽഡിങ്ങിന്റെ ഇതനുസരിച്ചിട്ടിരിക്കും. അപ്പോ ശരിക്കും എം ടി ആണെങ്കിൽ മാത്രമേ ഇത് ടെമ്പറേച്ചർ അകത്തേക്കും പുറത്തേക്കും പോകാതിരിക്കുകയുള്ളൂ. എം ടി ആയിട്ട് ഇരിക്കുന്ന ആള്, വാക്യൂം ആയിട്ടിരുന്നാല്, വാക്യൂം സ്പേസ് ആയിട്ടിരുന്നാല്. പക്ഷേ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻസുലേഷൻസ് യൂസ് ചെയ്യാം. അതിപ്പോ ആ ബിൽഡിംഗ് അനുസരിച്ച് ഇരിക്കും. ക്യാവിറ്റി വാൾസില് ഈ സൗണ്ട് ഇൻസുലേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്യാവിറ്റി വാൾസ് ക്യാവിറ്റി വാൾ അല്ലേ, സൗണ്ട് എങ്ങനെയാ നമ്മൾ കേൾക്കുന്നത്? സൗണ്ട് എന്ന് വെച്ച ഒരു വേവ് അല്ലേ, ആ സൗണ്ട് വേവ്സ് ഇതിനകത്തുകൂടി ട്രാവൽ ചെയ്യില്ല. ഇവിടെ ഇത് വേവ്സ്, ഇവിടെ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും. വാക്യൂം ആണെങ്കിലും, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മെറ്റീരിയൽ ഒന്നുമില്ല, വാക്യൂം ആണെങ്കിലും വാക്യൂത്തിൽ കൂടി സൗണ്ട് ട്രാവൽ ചെയ്യത്തില്ല. സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. അപ്പോ ഈ രണ്ട് വോളിന്റെ ഇടയ്ക്ക് വാക്യൂം ആണെങ്കിൽ ഒരു മീഡിയം ഇല്ല, അല്ലെങ്കിൽ സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്ന എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചാലും ആ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യില്ല. അങ്ങനെ സൗണ്ടിനെ ട്രാപ്പ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. സാർ, ലോഡ് ബിയറിംഗ് പ്രീകോസ്റ്റ് കോൺക്രീറ്റ് വാളില്ലേ, അതെങ്ങനെയാ അവിടെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്? ഇങ്ങനെ മറ്റേതാണെങ്കിൽ ഇങ്ങനെ അവിടെ തന്നെ വെച്ച് വരുമ്പോഴത്തേക്കും നല്ല ഉറപ്പ് കാണും. ഇത് മോളിൽ കൊണ്ട് വെക്കുമ്പം എങ്ങനെയാ ഉറപ്പ് കിട്ടുന്നത്? ലോഡ് ബിയറിംഗ് പ്രീകാസ്റ്റ് ഇതല്ലേ? ലോഡ് ബെയറിംഗ് പ്രീകാസ്റ്റ്
ഇത് നമുക്ക് ഇവിടെ ബോൾട്ട് ഒക്കെ ഉണ്ട് ഫിക്സ് ചെയ്യാനായിട്ട്. അതൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇതിന്റെ എൻഡ് പോർഷനിലും താഴത്തെ പോർഷനിലും ഫൗണ്ടേഷനിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള ബോൾട്ട് ഉണ്ട്. നട്ടും ബോൾട്ടും ആയിട്ട് മുറുക്കുവാണ് ചെയ്യുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം കണ്ടിട്ടില്ലേ? റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോംസിൽ അത് ചെയ്തിരിക്കുന്നതെല്ലാം ഇത് കണക്കാണ്. നട്ടും ബോൾട്ടും ഇട്ടാണ് ആ തൂണെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടില് സ്റ്റീൽ ബിൽഡിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഇമേജസ് ആയിട്ട് അയച്ചു തരാം. ഇതിങ്ങനെ കൊണ്ട് വെറുതെ വെക്കുവല്ല, ഇതിനകത്ത് നട്ടും ബോൾട്ടും ഉണ്ട് ഫിക്സ് ചെയ്യാനായിട്ട്. ആ നട്ടും ബോൾട്ടും ഇട്ട് മെഷീനായിട്ട് അങ്ങ് ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോ ഗൾഫ് കൺട്രീസിലൊക്കെ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ വലിയ ഹൈ റൈസ് ബിൽഡിങ്സ് പോലും ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. താങ്ക് യു സർ. ഇതിനകത്ത് ഡോസും വിൻഡോസും വെക്കും. ഡോസും വിൻഡോസും സപ്പോർട്ട് ചെയ്യും. ഈ ഓപ്പണിംഗ് വെച്ചിരിക്കുന്നത് ഡോറും വിൻഡോയും കൊടുക്കാനായിട്ടാണ്. എന്നിട്ട് ഡോറും വിൻഡോയും ഇതേ കണക്ക് തന്നെ പ്രീകാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും. നട്ടും ബോൾട്ടും ഇട്ട് ഫിക്സ് ചെയ്യുന്ന ടെക്നിക്കാണ് അവിടെ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് ഷെയർ ചെയ്ത് തരാം, കണ്ടാൽ മതി. ഇതെല്ലാം നട്ടും ബോൾട്ടും ഇട്ട് ഫിക്സ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. നീ ആരാ ലിന്റൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു? ഈ ലിന്റൽ വരുമ്പോഴേ ഈ ആർച്ച് പോലെയൊക്കെയുള്ള ഷേപ്പ് വരത്തില്ലേ ചില ഓപ്പണിങ്സില്? ആർച്ച് ഷേപ്പ് ആണെങ്കിൽ ആർച്ച് ഷേപ്പിൽ കോൺക്രീറ്റ് കൊടുക്കും. അത് സപ്പോർട്ടിങ് ആയിരിക്കും. അതെയല്ലോ. ആർച്ച് എന്ന് പറയുമ്പോ ദാണ്ടേ ഇപ്പൊ ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഈ രണ്ട് വോള്, ഇവിടെ രണ്ട് വോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് വോൾസിന്റെ ഇടയ്ക്ക് നമ്മൾ ആർച്ച് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ആർച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ദാണ്ടേ ആർച്ചിന്റെ ഷേപ്പ് എങ്ങനെയാണോ ആ രീതിയിൽ ദാണ്ടേ ഇപ്പൊ ഇങ്ങനെയാണ് ആർച്ച് വരുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ലിന്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആർച്ചിന്റെ അതേ ഷേപ്പിൽ നമ്മൾ കോൺക്രീറ്റ് കൊടുക്കും. അങ്ങനെയാണ് ലിന്റൽ അവിടെ കൊടുക്കുന്നത്. എപ്പോഴും ഹൊറിസോണ്ടൽ ആകണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഡൈനിങ് റൂമിലൊക്കെ ആണെങ്കിൽ ചിലർ ചെയ്യുന്നത് ആർച്ച് ഷേപ്പ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഷേപ്പിൽ ലിന്റൽ കൊടുക്കും. അതാണ് ചെയ്യുന്നത്. പറഞ്ഞു ലിന്റൽ എക്സ്പാൻഡ് ചെയ്തല്ലേ സൺഷെയ്ഡ് ആക്കി എടുക്കുന്നത്? അതെ. ലിന്റൽ എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല. അത് വേണ്ട, ഞാൻ പറയാം. ഇപ്പോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് സ്റ്റക്കായെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. ഇതാണ്ടേ ഇവിടുത്തെ ലിന്റൽ ഇതാണ്. അപ്പോ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേ കണക്ക് തന്നെ പുറത്തേക്ക് കൊടുത്ത് സൺഷെയ്ഡ് ആക്കി എടുക്കാം. പക്ഷെ ചിലർ ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതേ കണക്ക് ഒരു ലിന്റൽ കൊടുക്കാം, ഒരു കോൺക്രീറ്റ് കൊടുത്തിട്ട് അത് പുറത്തേക്ക് ചെയ്യാം, സൺഷെയ്ഡ് എടുക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ലിന്റൽ ചിലപ്പോൾ ചിലർ ഫുള്ളായിട്ട് കൊടുക്കത്തില്ല. ഇപ്പൊ ചില വീടുകളിൽ ചെന്നാൽ കാണാം അവിടുത്തെ വിൻഡോസ് ഒക്കെ പല ലെവലിലായിരിക്കും. ഇത് കണ്ടോ, ഇവിടെ ഈ വിൻഡോയും ദാണ്ടേ ഈ വരാന്തയെല്ലാം ഒരേ ലെവലിലാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ലിന്റൽ കൊടുത്തു. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് താഴെ ആ വിൻഡോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദാണ്ടേ ഇവിടെ ഒരു ചെറിയ ലെയർ ലിന്റൽ കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട്. എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ നമുക്ക് ബ്രിക്ക് കെട്ടണമെങ്കിൽ അവിടെ ഒരു ചെറിയ ലെയർ ലിന്റൽ കൊടുക്കണം. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ലിന്റൽ എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിൽ എവിടെയൊക്കെ ഓപ്പണിംഗ് ഉണ്ടോ ആ ഓപ്പണിങ്ങിന്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതാണ് ലിന്റൽ എന്ന് പറയുന്നത്. നമുക്കൊരു ബിൽഡിങ്ങിൽ ഓപ്പണിങ്ങിന്റെ മുകളിലേക്ക് ഇപ്പോൾ ഡോറിന്റെ ഓപ്പണിംഗ് വന്നു, അതിന്റെ മുകളിലേക്ക് എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ വേണം. അതാണ് ലിന്റൽ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? പറയോ? എന്തോ കേട്ടില്ല, ഒന്നുകൂടി. ഷിയർ വോൾ ഒന്നുകൂടി പറയണം. ഇതാണ് ഷിയർ വോൾ എന്ന് പറയുന്നത്. ഇപ്പോ വലിയ ബിൽഡിങ്സ് ഒക്കെ എടുത്താൽ, ഇപ്പൊ വലിയ ബിൽഡിങ്സ് എല്ലാം ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. എന്താ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ബീമും കുളവും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോ അതിനകത്ത് നമുക്ക് ചില പോർഷൻസ് ഒക്കെ ഇത് കണക്ക് കോൺക്രീറ്റ് വാൾസ് വരും. കണ്ടില്ലേ, ഇതൊരു കോൺക്രീറ്റ് വാൾ ആണ്. ഇത് എന്തിനാ പ്രൊവൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ബീമും കുളവും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് എർത്തുക്വേക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ എർത്തുക്വേക്ക് ഉണ്ടാകുവാണെങ്കിൽ ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ വാൾസ് ഉണ്ടാകണം. അപ്പോ ഞാൻ ആ ഫിഗർ ഒന്നും കൂടി കാണിക്കാം. ഇതാണ്ടേ
ഇവിടെ കണ്ടോ, ഇതൊരു വലിയ സ്ട്രക്ചറിനകത്ത് ഇതെന്താ ഒരുപാട് സൈഡിൽ ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ ഒരു എർത്ത് വേവ് ഉണ്ടാകുമ്പോൾ ഗ്രൗണ്ട് എന്ത് ചെയ്യും, ഫൗണ്ടേഷൻ ഷേക്ക് ചെയ്യും. അപ്പൊ ഒരുപാട് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഈ ഓപ്പണിങ്സ് എല്ലാം പല രീതിയിലായിരിക്കും ഷേക്ക് ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു ഷിയർ വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ഇവിടെ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വിസിബിൾ ആയിട്ടുള്ളെങ്കിലും ഒരെണ്ണം ആയിരിക്കില്ല, ഇതിന്റെ പല സൈഡിലും ഷിയർ വാൾസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഷിയർ വാളിന്റെ മെയിൻ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ, ബിൽഡിങ്സിനകത്ത് എർത്ത് വേവ് ഉണ്ടാകുവാണെങ്കിൽ ബിൽഡിങ്സിനെ ഒരേ രീതിയിലായിരിക്കും അത് ഷെയ്ക്ക് ചെയ്യുന്നത്, ഒരേ രീതിയിൽ ഷെയ്ക്ക് ചെയ്യാനായിട്ടായിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ വിൻഡിന്റെ എഫക്റ്റ് അബ്സോർബ് ചെയ്യാനായിട്ട്. ഇപ്പോ നല്ല കാറ്റടിക്കുന്ന റീജിയൻസിലാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് ചിലപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് വിൻഡ് ക്ലിയർ അല്ല ഹലോ അല്ല ക്ലിയർ അല്ല, ഇടയ്ക്ക് കട്ടാകുന്നു. സർ ക്ലിയർ അല്ല. ബ്രേക്ക് ആവുന്നു. ബ്രേക്ക് ആവുന്നുണ്ടോ? ആണോ? ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നിങ്ങള് ഷിയർ വാൾ എന്ന് വെച്ചാല് ഞാൻ ആദ്യം മുതലേ പറയണം അല്ലേ? ഒരു സെക്കൻഡ്. ഇല്ല വേണ്ട സർ, കേട്ടു. ഇതിപ്പോ ഇവിടെ നിർത്തിയിരുന്നു മതി. ഈ ഇതിന്റെ അപ്പോ ഷിയർ വാൾ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിപ്പോ ഫ്രെയിംഡ് സ്ട്രക്ചർ ആണ്. ഈ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ടാവും. ആ ഓപ്പണിങ്സിനെ കണക്ട് ചെയ്ത് ടോപ്പ് ടു ബോട്ടം നമ്മളൊരു കോൺക്രീറ്റ് വാൾ കൺസ്ട്രക്ട് ചെയ്യും. അതാണ് ഷിയർ വാൾ. ഈ കോൺക്രീറ്റ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് വിൻഡിന്റെ എഫക്ട്, വിൻഡിന്റെ പ്രഷർ അബ്സോർബ് ചെയ്യാനും അതേ കണക്ക് തന്നെ എർത്ത് വേവിനെ അബ്സോർബ് ചെയ്യാനും. എർത്ത് വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ബിൽഡിംഗ് ഇങ്ങനെ ഷെയ്ക്ക് ആവും. അപ്പൊ ആ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ബിൽഡിംഗ് ഫുള്ളായിട്ട് ഒരേ രീതിയിൽ വേണം അത് ഷെയ്ക്ക് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഷിയർ വാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പല രീതിയിൽ ഇപ്പൊ താഴത്തെ ഫ്ലോർ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു, ഫസ്റ്റ് ഫ്ലോർ റൈറ്റ് സൈഡിലേക്കൊക്കെ മൂവ് ചെയ്ത് പോകും ഇപ്പോൾ ഷിയർ വാൾ ഇല്ലെങ്കിൽ. അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഷിയർ വാൾ പ്രൊവൈഡ് ചെയ്യും. വിൻഡിന്റെ പ്രഷർ അബ്സോർബ് ചെയ്യാനായിട്ട് ഷിയർ വാൾ യൂസ് ചെയ്യും. അതേ കണക്ക് തന്നെ ലിഫ്റ്റ് എന്താണ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ് എപ്പോഴും ലിഫ്റ്റ്. അപ്പൊ ലിഫ്റ്റിന്റെ ഓപ്പണിങ്സ്, ലിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഷിയർ വാളിന്റെ ഉള്ളിലാണ്. ലിഫ്റ്റിന്റെ 3 സൈഡും ഷിയർ വാൾ ആയിരിക്കും, ഫ്രണ്ട് സൈഡ് ഓപ്പണിംഗ് ആയിട്ടായിരിക്കും, നമുക്ക് കയറാനും ഇറങ്ങാനുള്ള സ്ഥലമായിരിക്കും. അതാണ് ഷിയർ വാൾസ്. പറഞ്ഞോളൂ. സർ, ഈ ഷിയർ വാൾസ് ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണോ ഈ വാൾസ് ഇടുന്നത്? അതെ, അറ്റ് ടൈമാ കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നത്. അറ്റ് ടൈം, രണ്ടാമതല്ല, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് പോവാ ചെയ്യുന്നത്. സ്ട്രക്ചർ കൂടെയോ? സ്ട്രക്ചർ ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ മുകളിലേക്ക് കൺസ്ട്രക്ട് ചെയ്ത് പോകുന്ന അനുസരിച്ചാണ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നത്. സെപ്പറേറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്താൽ ഇതിനകത്തൊരു ഒരു ജോയിന്റ് ഉണ്ടാകത്തില്ല, പിടുത്തം ഉണ്ടാകത്തില്ല. അപ്പൊ അത് RCC ആയിട്ടാണ് ചെയ്യുന്നത്? ക്ലിയർ ആവുന്നില്ല. RCC സ്ട്രക്ചർ സ്ട്രക്ചർ തന്നെയാണത്. സ്ട്രക്ചർ ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആയില്ല. ഷിയർ വാള് RCC സ്ട്രക്ചർ തന്നെയാണ്, റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ തന്നെയാണ് ഷിയർ വാള്. നമ്മുടെ ബീമും കോളവും എങ്ങനെയാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതേ കണക്ക് തന്നെയാണ് ഷിയർ വാളും കൺസ്ട്രക്ട് ചെയ്യുന്നത്. വേറെന്തെങ്കിലും ഉണ്ടോ? സർ, ക്യാവിറ്റി വാളിൽ ക്ലേ ബ്രിക്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, അത് കോൺക്രീറ്റും യൂസ് ചെയ്യുമോ? അല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നമുക്ക് ആ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും എന്ത് യൂസ് ചെയ്യണമെന്ന്. സാർ, ഈ ഷിയർ വാൾസിന്റെ അതായത് കൂടുതൽ ഏരിയയിൽ അത് വെക്കുവാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഡ്യൂറബിലിറ്റി കൂടുവോ? അത് ശരിക്കും നമ്മൾ ഇത് തന്നെ ബിൽഡിങ്ങിന്റെ ഡിസൈനിങ് ഉണ്ട്. സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ?
ആ ബിൽഡിംഗ് ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഏതൊക്കെ പോർഷനിൽ ഇപ്പൊ നമ്മളൊരു സൈറ്റ് വിസിറ്റ് ചെയ്യും, ആ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ എർത്ത് ഇന്റൻസിറ്റി എത്രയാണ് നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് കേരളത്തില് ചില റീജിയൻസിലൊക്കെ എർത്ത് 3.5 റിച്ചർ സ്കെയിലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ചിലയിടത്ത് അത് കുറവാണ്. ഇപ്പോൾ ഡാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇന്റൻസിറ്റി കൂടുതലാണ്. അങ്ങനെയൊക്കെ നമ്മൾ അനലൈസ് നടത്തിയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേസ് എങ്ങനെയാണോ ആ പ്ലേസിന് സ്യൂട്ടബിൾ ആയിട്ടായിരിക്കും നമ്മൾ ഷിയർ വാൾസ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്താൽ ഇത്ര ഷിയർ വാൾ വേണമെന്നൊന്നുമില്ല. നമുക്ക് ആ ഒരു റീജിയന്റെ അനുസരിച്ചിട്ട്, ആ ഒരു പ്ലേസ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കും ഷിയർ വാൾ കൊടുക്കുന്നത്. പറഞ്ഞോളൂ സർ. ഈ ബിൽഡിംഗ് ഇപ്പൊ ഫുൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഓപ്പണിങ്സും കവേർഡ് ആയിരിക്കില്ലേ? ആയിരിക്കും. നമ്മളെ വാൾസ് കൊടുക്കും. അപ്പൊ അതൊക്കെ ഷിയർ വാൾസ്? അത് ഷിയർ വാൾ ആയിരിക്കില്ല, അത് ബ്രിക്ക് ആയിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് ക്ലേ ബ്രിക്ക് അല്ലെങ്കിൽ ബ്ലോക്സ്, സിമെന്റ് ബ്ലോക്സ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വുഡൻ പാനൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റീൽ ഇറക്ഷൻസോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യും. അല്ലാതെ കോൺക്രീറ്റ് ആയിരിക്കില്ല. ഇനി ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കോൺക്രീറ്റ് ചെയ്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അത് പിടുത്തം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ കാറ്റ് നല്ല രീതിയിൽ ഒരു വിൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന പോർഷനൊക്കെ ഇളകിപ്പോവും. ഇപ്പോൾ 24 സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബ്രിക്ക് വാൾസ് ആയിരിക്കും കൊടുക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? സാർ, ഡാംസിലൊക്കെ ഷിയർ വാൾസ് യൂസ് ചെയ്യുന്നുണ്ടോ? ഡാമിന്റെ കൺസ്ട്രക്ഷൻ വേറെ രീതിയിലാണ്. നമ്മൾ ഈ പറയുന്ന കണക്കല്ല. അവിടെ നമ്മൾ ടോ സ്ലാബ്, ഹീൽ സ്ലാബ് എന്നൊക്കെ പറഞ്ഞുള്ള കൺസ്ട്രക്ഷൻ വേറെയാണ്. നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ടോന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡിങ്ങിനകത്ത് വരുന്നതാണ്. ഡാമിന്റെ കൺസ്ട്രക്ഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതൊരു ട്രയാങ്കുലർ ഷേപ്പ് കൺസ്ട്രക്ഷൻ ആണ്. ട്രയാങ്കുലർ ഷേപ്പ് കൺസ്ട്രക്ഷനകത്ത് വെർട്ടിക്കൽ മെമ്പർ, 2 ഹൊറിസോണ്ടൽ മെമ്പർ, അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് മൊത്തം ബിൽഡിംഗ് മാത്രമേ വരത്തുള്ളൂ, വേറെ ഒരു സ്ട്രക്ചറും വരത്തില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ഡിസൈൻ ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ റെക്കോർഡ് സെഷൻ അപ്ലോഡ് ചെയ്യത്തില്ലേ? അപ്ലോഡ് ഇച്ചിരി കുറച്ച് മിസ് ചെയ്തായിരുന്നു. ഇല്ല, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. ക്ലാസ് റൂമിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും തോന്നുന്നല്ലോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം, പക്ഷെ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പെർമിഷൻ തന്നാൽ ഓരോരുത്തർക്കായിട്ട് പെർമിഷൻ തരണം അത് ആക്സസ് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ക്ലാസ് റൂമിൽ. അതാണൊക്കെ ക്ലാസ് റൂമിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ല, കുറച്ച് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, യു ക്യാൻ ലീവ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു ഓൾ. താങ്ക് യു സർ. Thank you, sir. 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 Thank you, sir.